പറുദീസയിലേക്ക് അംഗമാക്കുന്ന ഒരവസ്ഥയാണ് ഈ സുവിശേഷത്തിന്റെ കാതായ സന്ദേശം. മനുഷ്യനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മനുഷ്യൻ ഇന്ന് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ജീവിതത്തിൽ നിരാശയായി ആത്മഹത്യകൾ ചെയ്യുവാനും തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയാതെ വെട്ടി അരിയുന്ന അനുഭവങ്ങൾ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ സമാധാനമില്ലാതെ, തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയാതെ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊള്ളുന്നു, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊള്ളുന്നു, മകൻ അപ്പനെ വെട്ടിക്കൊള്ളുന്നു, ആത്മഹത്യകൾ, കുടുംബ തകർച്ചകൾ, അങ്ങനെ ഒട്ടനവധി സംഗതികൾ വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെ, പത്രവാർത്തകളിലൂടെ, മീഡിയയിലൂടെ നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ ഇരുമ്പ് യുഗത്തിലും ശിലായുഗത്തിലും ജീവിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ തീരെ ആരാധിച്ചു വന്നു, വെള്ളത്തിനെ ആരാധിച്ചു വന്നു, സൂര്യനെ ആരാധിച്ചിരുന്നു. അങ്ങനെ ആരാധിച്ച അനുഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ കാലങ്ങൾ മാറി. ഇന്ന് ഒരു അറിവിന്റെ ലോകത്തിൽ, ശാസ്ത്രം വളരെ പുരോഗമിച്ചിരിക്കുന്ന അറിവിന്റെ ഈ യുഗത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ അതെല്ലാം മാറി. ഇന്ന് കമ്പ്യൂട്ടർ യുഗത്തിൽ മനുഷ്യൻ വന്നെത്തിയിരിക്കുകയാണ്. അറിവിന്റെ ലോകമാണ്. ടെക്നോളജികൾ വർദ്ധിച്ചു, സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം വന്നെത്തിയിരിക്കുകയാണ്. എന്നാൽ മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൽ സമാധാനമില്ല, ജീവിതത്തിൽ സ്വസ്ഥതയില്ല. അങ്ങനെയായിരിക്കുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയ സുഹൃത്തെ, പ്രിയ സ്നേഹിത, പ്രിയ മാതാവേ, പിതാവേ, എനിക്ക് പറയുവാനുള്ളത് മനുഷ്യൻ പാപത്തിന് അടിമത്തത്തിലായിരിക്കുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ മനുഷ്യനായിരിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഇല്ലാതിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഏകന്റെ ലംഘന നിമിത്തം സകല മനുഷ്യരും പാപികളായി തീർന്നിരിക്കുകയെന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നീതിമാൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടമാക്കിയിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പ്രിയ സ്നേഹിത, സുഹൃത്തെ, എനിക്കൊന്ന് പറയുവാനുള്ള ഇപ്രകാരമാണ്: പാപത്തിൽ ആണ്ടുപോയ മനുഷ്യരാശിയെ രക്ഷിക്കുന്ന ചരിത്രമാണ് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. എല്ലാ മനുഷ്യനും നല്ലത് ചെയ്യണമെന്നും നല്ലത് പ്രവർത്തിക്കണമെന്നും ആഗ്രഹമുണ്ട്. എന്നാൽ ഇച്ഛിക്കാത്ത തിന്മയാണ് മനുഷ്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യുവാൻ കഴിയാതെ തിന്മയാണ് മനുഷ്യൻ പലപ്പോഴും ചെയ്യുവാൻ കഴിയുന്നത്. ഇത് വിളിച്ചറിയിക്കുന്നത് മനുഷ്യൻ എന്തോ ഒന്നിന് അടിമയാണെന്ന് വളരെ വ്യക്തമായി വിളിച്ചറിയിക്കുകയാണ്. വേദപുസ്തകം തെളിവായി പറയുന്നു, അത് പാപത്തിന് സകല മാനവജാതിയും പാപത്തിന് അടിമപ്പെട്ടത് കൊണ്ടാണ് നന്മ ചെയ്യുവാൻ കഴിയാതിരിക്കുന്നത്. എന്നാൽ അതിനേക്കാളും വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് മനുഷ്യന്റെ ആത്മാവിന്റെ ആത്മരക്ഷ എന്നുള്ളത്. എന്നാൽ ആത്മരക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് ജീവിതം യേശുവിനായി സമർപ്പിച്ച് പാപവഴികളോട് വിടപറഞ്ഞ് പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് യേശുവിനെ സുവിശേഷത്തിന്റെ ചെവി കൊടുത്ത് യേശുവിനായി ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മരക്ഷയും സന്തോഷവും സമാധാനവും കർത്താവായ യേശുക്രിസ്തു നൽകി തരുവാൻ ഇടയായി